ആരതി വിവരങ്ങളൊക്കെ അർച്ചനയോട് തുറന്ന് സംസാരിക്കുന്നു. എന്തിനാണ് കോടതിയിൽ വെച്ച് സച്ചിയെ അറിയില്ല എന്ന് പറഞ്ഞതും സച്ചിയെ സ്വന്തം മകളുടെ കൂട്ടുകാരുടെ അച്ഛൻ എന്ന നിലയിൽ മാത്രമാണ് സച്ചിയുമായിട്ടുള്ള ബന്ധമെന്ന് അർച്ചന എന്തിനാണ് വീണ്ടും കളവ് ആവർത്തിച്ചത്? അർച്ചനയ്ക്ക് ഞാനൊരു ചാൻസ് ഇട്ട് തരികയായിരുന്നു, സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ഇതോടെയെല്ലാം അവസാനിപ്പിക്കുന്നതിനായി. പക്ഷേ അർച്ചന ഈ ഒരു നാടകം തുടർന്നു കൊണ്ട് പോകാനാണ് അർച്ചന എടുത്ത തീരുമാനം. അതില് ഇനി എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നും അർച്ചനയുടെ ഈ തീരുമാനത്തിൽ അർച്ചന നിലയുറപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഞാനെന്ത് അഭിപ്രായം പറയാനാണ്? ഇനിയെല്ലാം അർച്ചനയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നതായിരുന്നു ആരതിയുടെ മറുപടി. ആരതിയുടെ വാക്കുകൾ കേട്ട അർച്ചന വീണ്ടും ആകെ നിരാശയിലായി. അർച്ചന പറഞ്ഞു, ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ടാണ്. എൻ്റെ ഗൗരി മോളുടെ ജീവൻ ആപത്തൊന്നും ഉണ്ടാകരുത്, അതുകൊണ്ട് മാത്രമാണ്. എന്നെ അത്രത്തോളം അവൾ സ്നേഹിക്കുകയും അവളെ ഞാൻ അത്രമേൽ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അർച്ചന അറിയിക്കുമ്പോൾ അത് കേട്ട ആരതി ചോദിച്ചത്, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അർച്ചനയുടെ അമ്മയ്ക്കുണ്ടാകാൻ പോകുന്ന ആഘാതം എന്താണെന്ന് അർച്ചന എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരുന്നത്? ആ അമ്മ ഒരു വിധത്തിൽ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോ അർച്ചനയുടെ നാവിൽ നിന്ന് വന്ന ഈ ഒരു മറുപടി കാരണം ആ അമ്മയുടെ ജീവിതം വീണ്ടും പഴയതിനേക്കാൾ ദുർഘടാവസ്ഥയിലേക്ക് മാറും. ഇനി ഒരു പക്ഷെ ഒരിക്കലും അമ്മയെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലാത്ത രീതിയിലേക്ക് അമ്മയുടെ മനസ്സ് വീണു പോകുമോ എന്നാണ് ഞങ്ങളുടെ ആശങ്കയെന്ന് ആരതി അറിയിക്കുമ്പോൾ അർച്ചന പറയുന്നത്, ഞാൻ ഇക്കാരണം കൊണ്ട് മാത്രമല്ല, ഗൗരിമോളുടെ ഈ ആരോഗ്യസ്ഥിതി കൊണ്ട് മാത്രമല്ല, മോളുടെ രോഗം ഒന്ന് ഭേദമാകുന്നത് വരെ ഒന്ന് സച്ചിയേട്ടനോട് കാത്തിരിക്കാനെന്ന് ആരതി ആവശ്യപ്പെടുന്നെന്നും അത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത് തന്നെ സച്ചിയേട്ടന്റെ ഈ എടുത്തുചാട്ടം കൊണ്ട് തന്നെയല്ലേ എന്നും ഇതിന് ഞാനല്ലല്ലോ കാരണക്കാരി എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അർച്ചന അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നതായിരുന്നു ആരതിയുടെ ചോദ്യം. ഒടുവിൽ അർച്ചന താൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് അത് ഞാൻ മറ്റാരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോ അത് ആരതി വക്കീലിനോട് മാത്രം ഞാൻ അറിയിക്കുകയാണെന്നും അന്ന് സച്ചിയേട്ടന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുമ്പോ എൻ്റെ കയ്യിൽ ശശിയുടെയും എൻ്റെയും ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എന്നാൽ ഇപ്പോൾ ഗൗരിമോള് ഞങ്ങളുടെ മകളാണെന്നുള്ള വിശ്വാസത്തിലാണ് സച്ചിയേട്ടൻ ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗൗരിമോള് ഞങ്ങളുടെ മകളല്ല, അത് ഗോകുലിന്റെയും ഇസബല്ലയുടെയും മകളാണ്. പക്ഷേ ഗൗരിമോളെ സ്വന്തം മകളാണെന്നുള്ള ധാരണയിലാണ് സച്ചിയേട്ടൻ എന്നെ തിരിച്ചു കൊണ്ടുപോകാനായി ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. എന്നാൽ ശശിയേട്ടൻ്റെയും എൻ്റെയും കുഞ്ഞിനെ എനിക്ക് അന്നുണ്ടായ ആക്സിഡന്റിൽ എനിക്ക് നഷ്ടപ്പെട്ടു. ആ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് മാത്രമാണ് രാജീവിനെ കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ എവിടെയാണെന്നുള്ള കാരണം, എവിടെയാണ് എൻ്റെ മോൾ ഉള്ളത് എന്ന് ഉടനെ തന്നെ കണ്ടെത്തി പറയാമെന്നാണ് രാജീവ് അറിയിച്ചിരിക്കുന്നത്. സച്ചിയേട്ടൻ്റെ അരികിലേക്ക് ഞാൻ തിരികെ മടങ്ങി പോകുമ്പോൾ എൻ്റെ മോൾ എവിടെയെന്ന ചോദ്യത്തിന് സച്ചിയേട്ടനോട് പറയാൻ എനിക്ക് ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തുന്നത് വരെയെങ്കിലും സച്ചിയേട്ടന്റെ ഈ ബഹളത്തിൽ നിന്ന് സച്ചിയേട്ടനെ ഒന്ന് പിന്തിരിപ്പിച്ച് നിർത്തണമെന്ന് ആരതിയോട് ആവശ്യപ്പെടുകയാണ് അർച്ചന. എന്നാൽ ഇത് എത്രത്തോളം പോസിബിൾ ആകുമെന്ന് തനിക്ക് അറിയുകയില്ല എന്നും തന്റെ മേലുള്ള വിശ്വാസം മൂലം സച്ചിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ആരതി അർച്ചനയോട് അറിയിച്ചു. ഏത് വിധേനയും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് മാത്രമാണ് ആരതിയോട് അർച്ചന ആവശ്യപ്പെട്ട് മടങ്ങുന്നത്. തിരിച്ച് വീട്ടിലേക്ക് വന്നെത്തുന്ന അർച്ചനയോട് ആരാണെന്നും എന്താണെന്നുമൊക്കെ എവിടെ പോയെന്നും എവിടെയായിരുന്നുവെന്നും ആരതി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നും അർച്ചന എവിടെ പോയതാണെന്നും ഒക്കെ ഗൂഗിൾ അന്വേഷിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കാണാനായി പോയതാണ് എന്ന്. ആ വാക്ക് കേട്ടതോടെ വല്ലാത്ത ടെൻഷനോടെ നോക്കുകയാണ് ഗൂഗിൾ. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഗൂഗിൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവർക്കൊക്കെ മുന്നിൽ ആയിഷയാണ്, അർച്ചന എന്ന രൂപത്തിലല്ല ഞാൻ അവിടെ ചെല്ലുന്നതെന്ന് അർച്ചന ഗൂഗിളിനോട് പറഞ്ഞ് താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും അമ്മയെന്ന് വിളിച്ച് ഓടിയെത്തുകയാണ് ഗൗരിമോൾ അരികിലേക്ക്. ഉടനെ ഗൗരിമോളോട് അർച്ചന പറഞ്ഞു, മോളെ ഇങ്ങനെ ഓടല്, ഡോക്ടറുകൾ പറഞ്ഞത് ഓർമ്മയില്ലേ, മോളുടെ അസുഖം ഭേദമാകുന്നത് വരെ മോള് കുറച്ചുകൂടി കെയർ ചെയ്യണം, ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ വേണം നടക്കാനായിട്ട്, ഇങ്ങനെ ഓടുകയോ ചാടുകയോ ഒന്നും ചെയ്യരുത് എന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ട ഗൗരിമോള് പറഞ്ഞു, അമ്മ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, അമ്മ എൻ്റെ അടുത്തുള്ളതാണ് എൻ്റെ സമാധാനം, അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അസുഖം ഉണ്ടാവുകയില്ല എന്ന് ഗൗരിമോള് പറയുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, ഞാനും അമ്മയും ഒക്കെ ഞാനും അമ്മയും എന്തെല്ലാം ഏതൊക്കെ രീതിയിൽ മോളോട് ശിശിരയും ഒക്കെ എന്തെല്ലാം പറഞ്ഞ് ഇവളെ ഒന്ന് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മറിച്ച് എല്ലായ്പ്പോഴും അവൾ എടുക്കുന്ന തീരുമാനം അത് അമ്മ എന്ത് പറയുന്നോ, സംവൃതയുടെ വാക്കുകൾ എന്നാണോ അതനുസരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന് ഗൂഗിൾ അറിയിച്ചു. ഉടനെ മോളെ സമാധാനിപ്പിച്ചുകൊണ്ട് അർച്ചന പോകുമ്പോൾ
മോള് ഇനി അച്ഛൻ പറയുന്നതും അച്ഛമ്മ പറയുന്നതും ശിശുനാന്റി പറയുന്നതും ഒക്കെ കേൾക്കണം. മോളുടെ നല്ലതിന് വേണ്ടിയാ അവരങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അർച്ചന മോളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് എത്തുന്ന ശോഭ ഗൂഗിളിനോട് പറഞ്ഞു, എന്റെ മോനെ, നീ ഇനിയെങ്കിലും നിന്റെ ഈ ചിന്താഗതി ഒന്ന് മാറ്റ്. അവളൊരു അന്യ സ്ത്രീയാണെന്നുള്ള ധാരണയിലാണ് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് നീ ഒന്ന് മാറി ചിന്തിക്ക്. അവളെക്കുറിച്ച് നീ നിന്റെ സ്വന്തം ഭാര്യയാന്നുള്ള ധാരണയിൽ തന്നെ നീ അവളോട് സ്നേഹിക്കുകയും ആ ഒരു അധികാരത്തോടെ അവളോട് ഇടപഴകുകയും ചെയ്യേ. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു ഇടപഴകൽ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് എന്റെ മോനെ നീ ഇനിയും നിന്റെ ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന് ശോഭ വീണ്ടും ഉപദേശവുമായി അരികിലെത്തുമ്പോ ഗൂഗിൾ പറഞ്ഞു, എന്റെ അമ്മേ, അമ്മ കരുതുന്ന പോലെ അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല. അമ്മേ, ഇപ്പോഴും സച്ചി അർച്ചനെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ആ സ്നേഹത്തിന്റെ ആഴം അത് എത്രത്തോളമാണ്? ഈ 10 വർഷക്കാലം അവരിങ്ങനെ അകന്നതാണ് ജീവിച്ചത്. എന്നിട്ടും സച്ചിയുടെ മനസ്സിലും അർച്ചനയുടെ മനസ്സിലും ആഴത്തിൽ അവരുടെ സ്നേഹം പരസ്പരം ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തെ ഇല്ലാതാക്കാനോ തകർത്തെറിയാനോ മറ്റാർക്കും കഴിയില്ലമ്മേ എന്ന് ഗൂഗിൾ അറിയിക്കുമ്പോൾ അത് കേട്ടതോടെ ഈ സ്നേഹം എന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയും തോറും അതൊരു വീഞ്ഞു പോലെ അതിന്റെ വീര്യം ഉറഞ്ഞു കൂടുകയാണ് ചെയ്യുക എന്നതായിരുന്നു ഗൂഗിളിന്റെ കണ്ടെത്തൽ. എല്ലാം കേട്ടതോടെ ശോഭ പറഞ്ഞു, നീ നിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീർക്കുകയുള്ളൂ. ഞാൻ എത്ര പറഞ്ഞിട്ടും നിന്റെ തലയിൽ കയറുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ശോഭ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മടങ്ങുന്നു. അതിനിടയിലാണ് മൂർത്തിയെ കണ്ടെത്താനുള്ള ശ്രമവുമായി അവന്തിക മുന്നോട്ട് നീങ്ങുമ്പോൾ അവന്തികയുടെ വക്കീലും സന്ദീപും വീണ്ടും അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് നാണം കെട്ട് അപമാനിതരായി തിരിച്ചു വന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവന്തികയ്ക്ക് മുന്നിൽ പരാതിയായി അറിയിച്ചു. അവിടെ രാജീവ് ഞങ്ങളെല്ലാവരെയും അപമാനിക്കുകയായിരുന്നുവെന്നും ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ചെന്ന എന്നെ മൂർത്തി അവിടുന്ന് വിട്ടയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്നെ കളിയാക്കുകയായിരുന്നുവെന്നും സത്യത്തിൽ ഇതൊന്നും അറിയാതെ ചെന്ന ഞാനൊരു വിഡ്ഢിയാണെന്നുള്ള രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റങ്ങളും സംസാര രീതികളും എന്നൊക്കെ വക്കീല് വിഷമത്തോടെ അവന്തികയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ അവന്തിക പറഞ്ഞു, ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉടനെ തന്നെ ഞാൻ കണ്ടെത്തും. ഇന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയേ തീരൂ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ രാജീവിന്റെ ഫോണിലേക്ക് അവന്തിക വിളിക്കുകയും മൂർത്തി എവിടെയാണെന്ന് ഉടൻ തന്നെ മൂർത്തിയെ തന്റെ മുന്നിൽ എത്തിക്കണമെന്നും മൂർത്തിയെ എനിക്ക് കാണണമെന്നും അവന്തിക ആവശ്യപ്പെടുമ്പോൾ മൂർത്തി അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ വിട്ടുതരുന്നതെന്നും മൂർത്തിയെ നേരത്തെ തന്നെ ചോദ്യം ചെയ്ത് പറഞ്ഞയച്ചതാണല്ലോ. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന വിഷ്വൽസ് വരെ സ്റ്റേഷനിലുണ്ട്. ഇനി അവനെ കാണാനില്ല എന്നാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഒരു പെറ്റീഷൻ എനിക്ക് എഴുതി തന്നു. ഞാൻ തന്നെ അവനെ കണ്ടുപിടിച്ചു തരാമെന്നതായിരുന്നു രാജീവിന്റെ മറുപടി. അതിനുശേഷം മൂർത്തിയെ കണ്ടെത്താനുള്ള ചുമതല അവന്തിക സന്ദീപിനെ ഏൽപ്പിക്കണം. അപ്പോഴാണ് രാജീവ് മൂർത്തിയെ തടങ്കിൽ പ്രാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും മൂർത്തിയോട് അവന്തിക ചെയ്തു കൂട്ടിയ ക്രൂരതകൾ കൃത്യമായി നീ എനിക്ക് എന്നോട് ഏറ്റു പറയുന്നതാണ് നല്ലതെന്നും അവരെന്തൊക്കെയാ ചെയ്തു കൂട്ടിയതെന്ന് തനിക്ക് അറിയാമെന്നും പക്ഷേ അത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമെന്നുമായിരുന്നു രാജീവ് അറിയിച്ചത്. എന്നാൽ അവന്തിക മേഡം തന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്നും തനിക്ക് അവന്തിക മേഡത്തിന്റെ പ്രവൃത്തികളിലൊന്നും തനിക്ക് അതൊരു പങ്കുമില്ല എന്നും തനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയുള്ള നിലപാടിൽ തന്നെ മൂർത്തി ഉറച്ചു നിൽക്കുന്നു. ഈ സമയത്ത് അർച്ചനയൊക്കെ അരികിലേക്ക് ഗൂഗിൾ എത്തിച്ചേരുന്നു. അർച്ചന തനിച്ച് മുറിയിലിരിക്കുമ്പോൾ ആകെ വിഷമത്തോടെ അടുത്തേക്ക് ഗൂഗിൾ ചെല്ലുകയാണ്. അപ്പോൾ സച്ചി വൃന്ദാവനത്തിൽ ടെൻഷനോടെ അങ്ങനെ ഇരുന്ന് അർച്ചനയുടെയും തന്റെയും വിവാഹ ചിത്രങ്ങളൊക്കെ നോക്കി ആൽബം മറിച്ചു നോക്കി അങ്ങനെ വേദനയോടെ ഇരിക്കുമ്പോൾ അരികിലേക്ക് എത്തി അമ്മ സച്ചിയെ സമാധാനിപ്പിക്കണം. കമലമ്മയോട് സച്ചി തന്റെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് സച്ചി പൊട്ടിക്കരയുമ്പോൾ അമ്മ മകനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് സ്നേഹയും അനഘയും എത്തിച്ചേരുന്നത്. ഇവിടെ അമ്മയും മകനും തമ്മിൽ പരസ്പരം ഞങ്ങൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടല്ലോ എന്നും എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് അറിഞ്ഞേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുകയാണ് സ്നേഹയും അനഘയും. ഒടുവിൽ സച്ചി നിയന്ത്രണം വിട്ട് അവർക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നു. തന്നെ നിയന്ത്രിക്കാനോ തന്റെ നേരെ ചോദ്യങ്ങളുമായിട്ട് ആരും വരണ്ടായെന്നും ഇനി എന്റെ ജീവിതത്തിൽ ചോദ്യം ചെയ്യാൻ ആരും തുനിഞ്ഞിറങ്ങരുതെന്നും മേലാൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞ് സ്നേഹയെയും അനഘയെയും വഴക്ക് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയക്കുന്നു സച്ചി. അപ്പോഴാണ് തനിച്ചിരുന്ന് തന്റെ സച്ചിയേട്ടന്റെ കാര്യങ്ങളെല്ലാം ഓർത്ത് വേദനയോടെ ഇരിക്കുന്ന അർച്ചനയ്ക്ക് അരികിലേക്ക് ഗൂഗിൾ എത്തുന്നത്. ഇന്ന് അർച്ചന കാണിച്ച ആ വലിയ മനസ്സെന്ന് പറയുന്നത് അത് എനിക്കും എൻ്റെ മോൾക്കും കിട്ടിയ കാരുണ്യം തന്നെയാണ്. സത്യത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും ഈ നിൽക്കുന്ന എൻ്റെ ഈ ആയുസ്സിന് എൻ്റെ ഈ ജീവന് പോലും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അർച്ചനയോടാണ് എന്നും അർച്ചന മനസ്സ് മുറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അർച്ചനയ്ക്ക് ഏതെങ്കിലും ഒരാളുടെ പക്ഷത്ത് നിന്നേ പറ്റൂ. ഏതെങ്കിലും ഒരാളുടെ ജീവന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കുടുംബത്തിൽ രക്തം പൊടിയുകയും ചെയ്യും. ആരെങ്കിലും ഒരാളെ കരയിക്കാതെ അർച്ചനയ്ക്ക് ഒരു തീരുമാനം എടുക്കാനും ആവില്ല. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനത് ചോദിച്ചേ പറ്റൂ. ഇനിയൊരു അവസരം ഇതിനായി എനിക്ക് കിട്ടിയെന്നും വരില്ല എന്ന് പറഞ്ഞ് ഗൂഗിൾ അർച്ചനയോട് ചോദിക്കുന്നത്, ഇന്ന് എന്നോടും എൻ്റെ മോളോടും കാണിച്ച ദയ, ഈ കാരുണ്യം അത് ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് തന്നൂടെ എന്ന ഗോകുലിന്റെ ചോദ്യം കേട്ട് അർച്ചന ഞെട്ടലോടെ ഗോകുലിന് നേരെ തിരിയുകയാണ്. ഒരിക്കലും തന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുതെന്നും ദേവിയത് അത്തരം ഒരു ആവശ്യം തന്റെ മേൽ ഉന്നയിക്കരുതെന്നും തന്റെ ശശിയേട്ടനും എന്റെ കുഞ്ഞിനെ കണ്ടെത്തണമെന്നും പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തണമെന്നും എന്റെ സച്ചിയേട്ടന്റെ അരികിലേക്ക് എനിക്ക് മടങ്ങി പോകണമെന്നും സച്ചിയേട്ടനില്ലാതെ ഈ അർച്ചന ഇല്ല എന്നും ഈ അർച്ചനയ്ക്ക് സച്ചിയേട്ടനില്ലാതെ ജീവിക്കാനാവുകയില്ല എന്നും ഗോകുലിനോട് അർച്ചന കരഞ്ഞു പറയുന്നു. അതുകൊണ്ട് ദേവിയത് തന്റെ മേൽ ഇത്തരത്തിലുള്ള ആവശ്യവുമായി തന്റെ നേരെ സമീപിക്കരുതെന്നും തന്നോട് അങ്ങനെയൊന്നും പെരുമാറരുതെന്നും അർച്ചന കൈകൂപ്പി അപേക്ഷിക്കുന്ന പോലെ ഗൂഗിളിന് മുന്നിൽ കൈകൂപ്പി ആവശ്യപ്പെടുമ്പോൾ ഗൂഗിൾ താൻ ഒരു നിമിഷം സാമാന്യ മര്യാദ പോലും മറന്ന് അമ്മയുടെയും പെങ്ങളുടെയും വാക്കുകൾ കേട്ട് ഇത്രയും ഒരു മോശം ചിന്താഗതിയോടെ ചെല്ലാൻ പാടില്ലായിരുന്നു, തൻ്റെ മനസ്ഥിതി മോശമായി പോയി എന്നും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗൂഗിൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷമാണ് അർച്ചന ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നതോടെ തൻ്റെ മനസ്സിന് ഉണ്ടായ മുറിവ്, ആ വേദന ഇല്ലാതാക്കാനായി എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നേരെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന അർച്ചനയ്ക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി അവിടേക്ക് സച്ചി എത്തിച്ചേരുന്നു. അർച്ചന ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സച്ചി അർച്ചനയെ കാണാനിടയാവുകയും അർച്ചന സച്ചിക്ക് മുഖം കൊടുക്കാതെ പോകാൻ തുടങ്ങുമ്പോൾ അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന സച്ചി അർച്ചനയോട് പറയുന്നത്, നീ ഇവിടെ വന്നത് എന്നെ കാണാനാണ്, നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് നീ കളവ് കാട്ടുകയാണ്, എൻ്റെ മുന്നിൽ നീ അഭിനയിക്കുകയാണ്, എനിക്കറിയാം അർച്ചന, നിനക്കെല്ലാം മനസ്സിലായി, നിനക്ക് ഓർമ്മയും തിരിച്ചു കിട്ടി, ഇന്ന് നീ ഇവിടെ വന്നത് പോലും എന്നെ കാണാനാണ് എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ സച്ചിയേട്ടൻ്റെ സ്നേഹം തനിക്ക് കണ്ടില്ല എന്ന് നടിച്ചു പോകാനാകുന്നില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു അഭിനയം തുടർന്നേ പറ്റൂ എന്ന കാരണത്താൽ സച്ചിയെ തള്ളി മാറ്റിക്കൊണ്ട് അർച്ചന വേഗം തന്നെ ആ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നു.